الأفرف الأعلى رسول الله صلوات تحيات عليه السلام. ജൂലൈ 16 മധ്യകേരളത്തിൽ ആദ്യമായി തുടങ്ങിയ സുന്നി വനിതാ മതഭൗതിക സമന്വയ പാഠശാലയാണ്. തെക്കൻ കേരളത്തിൽ ഇത്തരമൊരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആലുവ ടൗണിൽ മുനിസിപ്പൽ ബിൽഡിംഗായ ക്ലോക്ക് ടവറിൻ്റെ 3ാം നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. അദബിയ വനിതാ കോളേജ് അൽഹംദുലില്ലാഹ് അലുമിനി ഫെലോഷിപ്പിൻ്റെ കീഴിൽ 25ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ, ആദരവ്, ഇഹ്തിറാം, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനുള്ള സഹായങ്ങൾ, പഠനം കഴിഞ്ഞ് ജോലിയില്ലാത്ത കുട്ടികൾക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി, എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഈ അലുമിനി ഫെലോഷിപ്പ് ആവിഷ്കരിച്ച് വരികയാണ്. 2001 ഇത്തരമൊരു വനിതാ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തെക്കൻ കേരളത്തിൽ ഇത്തരമൊരു ചിന്ത നിലവിലില്ലാതിരുന്ന സാഹചര്യമാണ്. ഇന്ന് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം 34ഓളം വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. 2001 തുടക്കം കുറിച്ച ഈ കലാലയത്തിൻ്റെ കീഴിൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ 4000 ചില്ലാൻ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സർവീസിലും പ്രൈവറ്റ് മേഖലകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും മറ്റു ഓഫീസുകളിലുമൊക്കെയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ വിവിധ ഏകവർഷ, ദ്വിവർഷ, പഞ്ചവത്സര കോഴ്സുകളാണ് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, BA അറബിക്ക്, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BCom തുടങ്ങിയ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളും നടത്തി വരികയാണ്. മതഭൗതിക സമന്വയ പാഠശാലയായ അദബിയ വനിതാ കോളേജ് എല്ലാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ക്ലാസുകൾ സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെയായി നടത്തി വരികയാണ്. ധാരാളം വിദ്യാർത്ഥികൾക്ക് പുറമെ 2001 മുതൽ എന്നോടൊപ്പം തന്നെ സേവനമനുഷ്ഠിച്ച അധ്യാപകരൊക്കെ ഇപ്പോഴും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കൂട്ടായ്മ ഇന്നും നിലനിൽക്കുകയാണ്. കുട്ടികളുടെ നാനോന്മുഖമായ പുരോഗതിക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സാരോപദേശങ്ങളുമൊക്കെ സമയബന്ധിതമായി അധ്യാപകരും ഈ കൂട്ടായ്മയ്ക്ക് നൽകി വരുന്നുണ്ട്. എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളുമാണ് അലുമിനി ഫെലോഷിപ്പ് നടത്തി വരുന്നത്. അദബിയ വനിതാ കോളേജ് നാളിതുവരെ നടത്തി വന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച എല്ലാ സഹായങ്ങളും, എല്ലാ അഭിനന്ദനങ്ങളുമൊക്കെ എടുത്തു പറയേണ്ടവയാണ്. പുതിയ മറ്റേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോഴ്സിന്റെ കാര്യം പറഞ്ഞത് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസം 30 ദിവസത്തെയും 15 ദിവസത്തെയും വെക്കേഷൻ ക്ലാസ്സുകൾ ഹൈസ്കൂൾ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാത്രമായി നടത്തി വരുന്ന കോഴ്സുകളാണ്. മതമേഖലയിൽ അവർക്ക് അറിവും പ്രാവീണ്യവും ഉണ്ടാക്കി കൊടുത്ത് ഉത്തമ വനിതകളാക്കി മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് MG SN ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മതപരമായ വിഷയത്തിൽ അറിവും അവഗാഹവും നൽകി ഉത്തമ കുടുംബിനികളാക്കി മാറ്റുകയാണ് ഈ സ്ഥാപനം നാളിതുവരെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവരെ വിവാഹിതരായി കഴിയുന്ന ഈ കുടുംബിനികളായി കഴിയുന്ന ഇവർക്ക് ഇവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അവരുടെ ഭർത്തൃ കുടുംബത്തിൽ നിന്നുമൊക്കെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള നല്ല മതിപ്പുകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ ലഭിച്ചതുപോലെ ഇനിയും ഉണ്ടാകാൻ വേണ്ടി നല്ലവരായ എല്ലാ ആളുകളെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്തുക എന്നത് ചെറിയ ഒരു വിഷയമല്ല.
പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ അതിന് ഏറ്റവും പ്രധാന ഘടകം സാമ്പത്തികമാണ്. സാമ്പത്തികമായ ഒരു സപ്പോർട്ട് കൂടെ ഈ പ്രസ്ഥാനത്തിന് ഉണ്ട് എങ്കിൽ വളരെ നല്ല നിലയിൽ തെക്കൻ കേരളത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നൽകാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. അതിന് സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളുടെ സഹായങ്ങൾ കൂടെ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. صلوات تحيات عليه السلام صاحب